കാണാതെ പഠിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആവണം. വരയ്ക്കുന്നവരും വരയ്ക്കാത്തവരൊക്കെ ഭയങ്കര വര അങ്ങനെ എല്ലാവരും ഇന്റർ ബ്രാഞ്ച് മത്സരമാണ്. എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ സെയിം വൈബ് സെയിം. എല്ലാവരുടെയും ഗോള് സെയിം. അതാ Did you set any daily routine system? ഇങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയെന്ന്. ഇത് തന്നെ ഇതാണ് അത്യാവശ്യം. Inktober, Artober, classes, mock test. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലോട്ടാക്കുന്നു തിങ്ക്. ഹലോ എവ്രി വൺ, തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 3 യങ് ഡ്രീമേഴ്സ് ആണ് who turned their dreams into reality. Let's welcome Andu with NIFT rank 27 ഹൈ. and Navaneet with UC rank 14 ഹായ്. and finally Abin with UC rank 64. വെൽക്കം ഗൈസ്. സോ ടെൽ മീ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരു ഗ്രേറ്റസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സക്സസ്? അതിനെന്തോ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാനിപ്പോൾ കറന്റ് നിഫ്റ്റ് ഡൽഹിയിലാണ്, FC ഡിപ്പാർട്ട്മെന്റാ. വലിയ സന്തോഷമുണ്ട്, കിട്ടിയത് ഒട്ടും പ്രതീക്ഷയില്ല. ഓക്കെ, FC എന്ന് പറയുമ്പോൾ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. communication. ഓക്കെ ഫൈൻ. വാട്ട് അബൌട്ട് നവനീത്? ഞാനിപ്പോൾ എന്താ പറയാ IIT ബോംബെയിലാണ് കിട്ടിയിരിക്കുന്നത്. UC റാങ്ക് 14. വളരെ ഹാപ്പി ഉള്ള ഒരു സംഭവമായിരുന്നത്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് ആയതുകൊണ്ട് ഇനി എന്താ നടക്കാൻ പോകുന്നു കണ്ടറിയാം. ഓക്കെ, അപ്പം വാട്ട് അബൌട്ട് അബിൻ? എനിക്ക് ഇപ്പം IIT ജബൽപൂരാണ് കിട്ടിയത്. എല്ലാവരും ഹാപ്പിയാണ്. വീട്ടിൽ പ്രത്യേകിച്ച് പേരൻസ് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ശരിക്കും വാട്ട് റിയലി ഇൻസ്പയർഡ് യു ടു പെർസ്യൂ എ കരിയർ ഇൻ ഡിസൈൻ? ലൈക്ക് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ജേർണി? ചെറുപ്പത്തിലോട്ട് വരയ്ക്കുമായിരുന്നു, ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പോൾ എനിക്കെന്തായാലും എഞ്ചിനീയറിംഗ് ഫീൽഡ് അങ്ങനത്തെ ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ഫീൽഡ് തന്നെ പെർസ്യൂ ചെയ്യണമെന്ന് താല്പര്യമാണ്. അപ്പോൾ ആ ഒരു രീതി തിങ്ക് ജോയിൻ ചെയ്ത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് നവനീത്? ഇവരെ പോലെ തന്നെ എന്താ പറയാ വരയ്ക്കാനും ഇഷ്ടമാണ്. പിന്നെ നോർമൽ ഒരു കോഴ്സ് താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്താ ചേട്ടൻ ആർക്കിടെക്ചറാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഡിസൈൻ കോഴ്സ് നോക്കി അങ്ങനെ പോയി ഇവിടെ എത്തി. how about you Abin? എനിക്ക് ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ കാണാതെ പഠിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. Okay. ഡിസൈൻ ആകുമ്പോൾ കുറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതാണ്. പിന്നെ കൊച്ചിലോട്ട് വരയ്ക്കും. Okay, അതാണ് എനിക്ക് ഡിസൈനിങ്ങിലോട്ട് വരാനുള്ളത്. so like other than ഈ നിഫ്റ്റ് എക്സാം അതിന് വേറെ ഏതെങ്കിലും ഡിസൈൻ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഞാൻ UCയുടെ NID. ഓക്കെ, സോ ക്യാൻ യു കമ്പയർ എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ? NID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം, ഭയങ്കര നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആവണം. ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് തന്നെ ചിന്തിച്ച് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാ. ബട്ട് UCയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതി ചെയ്യാം. നിഫ്റ്റ് ലൈക്ക് എസ്തറ്റിക്സ് ആ ഒരു ഇതിലാ കംപ്ലീറ്റ്ലി അങ്ങനെ പോയേക്കാണ്. ഓ ഓക്കെ, സോ അങ്ങനെയാണ് നിഫ്റ്റിന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത് അല്ലേ? ഓക്കെ, സോ വാട്ട് അബൌട്ട് നവനീതും ആൻഡ് അബിനും ആക്ച്വലി UCയുടെ സ്കോർ ചെയ്തിരിക്കുന്നത് അല്ലേ? സോ നിങ്ങളും ഇതേപോലെ NIDയും നിഫ്റ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, സോ ഹൗ ഡിഡ് യു ഫീൽ? ലൈക്ക് UCയുടെ എങ്ങനെയായിരുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? UC എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ നമ്മൾ എന്താ പറയാ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരുന്ന് അങ്ങനെ എഴുതുമായിരുന്നില്ലേ. പക്ഷെ കുറച്ച് ടഫായിരുന്നെങ്കിലും ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. എന്താ പറയാ ബാക്കിയുള്ള വർഷങ്ങൾ വെച്ചോ ബാക്കി ദിവസമൊക്കെ പോകും. പിന്നെ എന്താ കുറെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പിന്നെ NID ആണെങ്കിൽ എന്താ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിരുന്നു. പിന്നെ ടഫ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ടെൻഷനായി, സമയം കിട്ടാണ്ടായി. പിന്നെ അങ്ങനെ ഒരു പോക്കിലായിരുന്നു. ഓക്കെ, വാട്ട് അബൌട്ട് അബിൻ? എനിക്ക് UCയുടെ എന്ന് വെച്ചാൽ ഞാൻ കുറെ നോൺ വെർബൽ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നുകൂടെ ഈസി ആയിരുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു UCയുടെ. NIDയുടെ കേസ് വരുമ്പോൾ ടൈം ഇങ്ങനെ പോകുന്നതനുസരിച്ച് നമുക്ക് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് NID പോയത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ലൈക്ക് നോർമലി എല്ലാവരും ചോദിക്കാനായിട്ട് ഇപ്പോൾ UCയുടെ എക്സാം പാറ്റേൺ ഇയർലി വൈസ് മാറും അല്ലേ? അത് അങ്ങനെ ചേഞ്ച് ആയിരുന്നു. ഓ, അപ്പോൾ ഈ വർഷം ലൈക്ക് എങ്ങനെയായിരുന്നു അത്? ലാസ്റ്റ് ഇയറും ഈ വർഷവും കമ്പയർ ചെയ്യുമ്പോൾ ഡ്രോയിങ് ക്വസ്റ്റ്യൻ 2 എണ്ണമായിട്ട് മാറി. 100 മാർക്സ് ആയി ഡ്രോയിങ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം വരെ 60 മാർക്സ് ആയിരുന്നു. ഈ പ്രാവശ്യം 100 മാർക്സിലോട്ടായി. ബാക്കി നോൺ വെർബൽ 200ലോട്ടായി.
സോ ലൈക്ക് നമ്മൾ NIDയും UCD ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് UCDന് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടുതലാണ്. കൂടുതൽ. ഓ ഓക്കെ ഫൈൻ പോയി. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ നിഫ്റ്റിന് വേണ്ടിയിട്ടും UCDന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത്? ലൈക്ക് ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ്? ഞങ്ങൾ കുറെ ഇപ്പൊ NIDക്ക് ആയിരുന്നല്ലോ മെയിൻ ആയിട്ട് പ്രിഫറൻസ് കൊടുത്തത്. അപ്പൊ Okay. നല്ല രീതിയിൽ കുറെ സ്കെച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെയൊക്കെ കുറെ എക്സ്പീരിയൻസ് കിട്ടി. തിങ്കിലെ മോക്ക് ടെസ്റ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയി. ഓ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം മോക്ക് ടെസ്റ്റും എല്ലാ ഇന്റർ ബ്രാഞ്ച് എക്സാമും അതെല്ലാം കൂടെ. ഓക്കെ. വാട്ട് അബൌട്ട് നവനീത്? ഇതിന് എന്താ പറയാ, NID നോക്കുന്നതുകൊണ്ട് ഫുൾ വരയായിരുന്നു. NIDയിലെ വര ചെയ്തുകൊണ്ട് തന്നെ NIDന്റെ എക്സാം കഴിഞ്ഞ പിന്നെ UCDയിലോട്ട് മാറി. എന്നിട്ട് പിന്നെ സീഡിന്റെയും UCDന്റെയും പഴയ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ തിങ്കിന്റെ ആപ്പിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓ ചെയ്ത് ഇങ്ങനെ ചെയ്തു. ഓക്കെ. അപ്പോൾ അഭിന്റെ പ്രിപ്പറേഷൻസ്? എനിക്ക് ഡ്രോയിങ്ങിൽ അവർ നേരത്തെ പറഞ്ഞായിരുന്നു സീനറി ടൈപ്പും പിന്നെ ഒന്ന് പ്രോഡക്റ്റ് ഡിസൈനിങ് ആയിരുന്നു എന്ന് എന്തായാലും ഉറപ്പായിരുന്നു. ഓക്കെ. അപ്പം തിങ്കിലൂന്ന് തന്നെ കുറേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡ്രോയിങ് പാർട്ട് അത്യാവശ്യം ടൈമിന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ. സോ നിങ്ങൾ പറഞ്ഞില്ലേ മോക്ക് ടെസ്റ്റ് ഒക്കെ തിങ്കിൽ കണ്ടക്ട് ചെയ്യുമായിരുന്നു. സോ അതിൻ്റെ ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് അത് ഡെയിലി നിങ്ങൾക്ക് അതൊരു ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ദാറ്റ്? ഈ മോക്ക് ടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു? ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ്? ഞങ്ങൾ ആദ്യം വിചാരിച്ച് മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതിയിട്ടൊന്നും കാര്യമില്ല, കാരണം ചുമ്മാ നമ്മൾ ആ സമയത്ത് കൂടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ഒരു എക്സാം ഹോളിലെ ആ ഒരു പ്രഷറൊക്കെ അറിയണേൽ മോക്ക് ടെസ്റ്റ് എന്തായാലും എഴുതണം. മോക്ക് ടെസ്റ്റും ഇന്റർവ്യൂ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലോട്ടാക്കും തിങ്ക്. സോ അപ്പോൾ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡിഡ് യു സെറ്റ് എനി ഡെയിലി റുട്ടീൻ സിസ്റ്റം? രാവിലെ തന്നെ തിങ്കിൽ പോകും. എന്നിട്ട് തിങ്കിലെ എന്താ പറയുക ക്ലാസ്സുകളും അതിൻ്റെ നമ്മൾ സ്വന്തം പഠിക്കുകയും ചെയ്യും. എനിക്ക് പാടായിട്ടുള്ള വിഷയം കുറച്ചും കൂടെ മാത്സ് ആയിരുന്നു. അപ്പോൾ മാത്സ് നോക്കും. പിന്നെ ഇവനാണെങ്കിൽ ലോജിക്കൽ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു നോക്കുന്നത്. എനിക്ക് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരെവറെങ്കിലും ലൈൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. കാരണം ഞാൻ വന്ന സമയത്ത് എൻ്റെ ലൈൻ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഞാൻ ദിവസവും ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇമ്പ്രൂവ് ആയി. എക്സാം എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഇമ്പ്രൂവ് ആയി. അതൊക്കെയാണ്. പിന്നെ ഹോസ്റ്റലിൽ ഞങ്ങൾ മൂന്നും സെയിം ഹോസ്റ്റലിലായിരുന്നു. നേരെ എല്ലാം ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്, ലൈക്ക് അതർ ദാൻ മോക്ക് ടെസ്റ്റ്, പിന്നെ നിങ്ങൾ പറഞ്ഞു ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. സോ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്ത് റിസോഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നത് ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ? നമ്മള് ഇപ്പോ ബാക്കിയുള്ള എൻട്രൻസ് എക്സാം പോലെ അല്ലല്ലോ ഇത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുക ആ ഒരു സംഭവം. പക്ഷെ ഇത് നമ്മള് പരമാവധി ഫ്രണ്ട്സിനെ നമുക്ക് തിങ്ക് ചെയ്യുന്നതിന് കിട്ടും. അപ്പൊ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകും, അങ്ങനെ ചില്ല് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്കെച്ച് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും, കുറെ വ്യൂസ് കിട്ടും, ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് കിട്ടും. അങ്ങനത്തെ ഒക്കെ വെച്ച് നല്ലൊരു ഇതായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പം നവനീത് നേരത്തെ പറഞ്ഞു നവനീതിന് സ്പെസിഫിക് ആയിട്ട് മാത്സിലാണ് നവനീത് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നോ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്? ഞാൻ ലൈക്ക് കൂടുതലും ഐഡിയാസ് കൂടുതലും എന്ന് വെച്ചാൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ കിട്ടാൻ വേണ്ടി കുറെ ഇങ്ങനെ പ്രാക്ടീസ്, ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് അതിൻ്റെ തന്നെ പല രീതിയിൽ പല വ്യൂസ് എങ്ങനെ നമുക്ക് വേറെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാം, അങ്ങനത്തെ ഒരു സംഭവം. അതായിരുന്നു എനിക്ക് ഇച്ചിരി കൂടെ ഒരു ടഫ് ആയിട്ടുള്ളത്. എനിക്ക് തുടക്കത്തില് ലോജിക്കല് ഭയങ്കര മോശമായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ ആണ് എനിക്ക് ഈസിയായി വരുന്നത്. മാത്സും പാടായിരുന്നു. എനിക്ക് തീരെ അറിയില്ല, മാത്സ് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ്. പിന്നെ ചെയ്ത് ഇപ്പൊ ഓക്കെ ആയി എല്ലാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തു. അപ്പം അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റഡി ടെക്നിക്സ് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിരുന്നു ഇത് ഓവർകം ചെയ്യാനായിട്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിപ്സ് ഷെയർ ചെയ്യാവോ എന്തെങ്കിലും? തിങ്കില് നമ്മള് ക്വസ്റ്റ്യൻസ് സാറ് തരും, നമ്മൾ ആൻസർ ചെയ്യും. എന്നിട്ട് എല്ലാവരുടെയും നമ്മൾ ചെന്ന് നോക്കും. പലവരുടെ പെർസ്പെക്റ്റീവിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്നത് നല്ല ഇതായിരുന്നു. എല്ലാവരുടെ ഐഡിയ ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോ എന്താ പറയാ കുറെ ഇതാവും, നമുക്ക് കുറെ തലയിൽ കുറെ കയറും എന്തെങ്കിലുമൊക്കെ അങ്ങനെ. ഓക്കെ. സോ നിങ്ങളുടെ ഈ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഹൗ ഡിഡ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഹെൽപ് യു ഇൻ പേവിങ് യുവർ വേ ടു ദാറ്റ് സക്സസ്?
നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ രാവിലെ ക്ലാസ്സിൽ പോകുന്നു, ദെൻ ആഫ്റ്റർ ദാറ്റ് ഹോസ്റ്റലിൽ പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ക്ലാസ് റൂം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ദ വർക്ക് ഷോപ്സ്? സോ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? ഇപ്പോൾ സാധാരണ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒറ്റ ആൻസർ കാണത്തുള്ളൂ. പക്ഷേ ക്രിയേറ്റീവ് ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡിസൈൻ എക്സാമിനെല്ലാം ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ മാത്രമല്ല, മൾട്ടിപ്പിൾ ആൻസർ വരാം. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ചിരിക്കും. ഇപ്പം തിങ്ക് ഈ എക്സാമിന് ബൂസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിള്ളേരുടെയും വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു വർക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഈ വർക്ക്സ് കാണിക്കും. അപ്പം അങ്ങനത്തെ ഒരു രീതി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തിങ്ക്. ഓക്കെ. ഇപ്പം തിങ്കിൽ തന്നെ എന്ത് പരിപാടികൾ വന്നാലും അതൊരു മത്സരമായിട്ടുള്ള ഓക്കെ. ഓണം ആകട്ടെ, പിന്നെ ആർട്ടോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഓക്കെ. എല്ലാവരും ഇന്റർ ബ്രാഞ്ച് മത്സരമാണ്. ഓക്കെ. അപ്പം അതില് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. ഓ, സോ ലൈക്ക് അതർ ദാൻ നമ്മൾ കുത്തിയിരുന്ന് ഇങ്ങനെ പഠിക്കുന്നതിനുപരി നമുക്ക് ഇതുപോലുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു അല്ലേ? ഓക്കെ. ആൻഡ് അതർ ദാൻ ആർട്ടോവ ഐ തിങ്ക് തിങ്ക്ടോബർ എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടി ഉണ്ടല്ലേ? സോ അതെങ്ങനെയാണ് സംഭവം? അത് നിങ്ങൾ എങ്ങനെ ഈ പ്രിപ്പറേഷൻസിന്, അതെന്ന് പറയുമ്പോൾ ഒക്ടോബർ ടൈമിലും കൂടെയാണല്ലേ നിങ്ങളുടെ എക്സാംസും അടുത്ത് വരും, അതെങ്ങനെയാണ്? അതിപ്പോൾ ഓരോ പ്രോംപ്റ്റ് വരും, അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഓരോ പ്രോംപ്റ്റ് ഇങ്ങനെ ഇടും. അപ്പോൾ ആ പ്രോംപ്റ്റിനനുസരിച്ച് സംഭവം ബേസിക്കലി ഇങ്ടോബർ ആ ഒരു പരിപാടിയുടെ തിങ്ക് വെർഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രോംപ്റ്റ് വരും, നമ്മളാണെങ്കിൽ ഓരോ ഇതിനും വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഓക്കെ. ഒത്തിരി പൈസ ഉണ്ടാക്കാം. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ മൂന്നുപേരും? അതെ, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പക്ഷെ കാശ് കിട്ടിയിട്ടൊന്നുമില്ല. കാശൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിപ്പോ എല്ലാവർക്കും ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഇനി വേണമെങ്കിലും ട്രൈ ചെയ്യാലോ. ഓ ശരിയാണ്. യാ, സിൻസ് തിങ്ക് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. യാ റൈറ്റ്. അപ്പോൾ ഇതുപോലെ അതായത് ഈ തിങ്ക്ടോബർ, ആർട്ടോവ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം കൂടി വരുമ്പം ഇത്ര ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രഷറും സ്ട്രെസ്സും ഒക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്ത്? ഞങ്ങളല്ലോ ഒരേ ഹോസ്റ്റലായിരുന്നു. ഓക്കെ. വൈകുന്നേരം ആകുമ്പോ എല്ലാരും കൂടും. അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ. ഇതിലേക്ക് വന്നാലും എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, വെളിയിൽ പോകും. പിന്നെ നിമീൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ സ്കേറ്റ് പാർക്കിൽ കൊണ്ടുപോകും. ഓക്കെ. അങ്ങനത്തെ ഒക്കെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, സ്കിൻ ബോർഡിങ്, ഓക്കെ. എറണാകുളം വന്നോണ്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അതാ കൂടുതൽ എക്സ്പോഷർ, നല്ലൊരു എക്സ്പോഷർ ഉണ്ട്. ഓക്കെ. സോ നോർമലി ഇപ്പൊ എല്ലാരും സത്യം പറഞ്ഞ വിചാരിക്കുക ഈ ടോപ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുജികളായിട്ടിരുന്ന് പാട്ടുതീ പോലെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഇത്ര ലോങ് അവേഴ്സ് ഒക്കെ, ശരിക്കും അത്ര ലോങ് അവേഴ്സ് ഒക്കെ ഇരുന്ന് പഠിക്കാൻ അത്ര നെസസറി ആണോ അത്? ഒരിക്കലുമല്ല. ഇവന്റെ ആണ് യൂസിഡിന്റെ തലേ ദിവസം അഡ്മിറ്റ് കാർഡ് ഇവൻ പ്രിന്റ് എടുത്ത് തന്നെ വേറെ എന്തോ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്ത് രാത്രി 12 മണിക്ക് ആ പ്രിന്റ് എടുത്ത്. പിന്നെ ഓക്കെ. കൂട്ടുകാരനെ വിളിച്ച് ഓക്കെ. പിന്നെ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിതൊക്കെ സംസാരിച്ചു, ലൈക്ക് പാരൻസിൻ്റെ സപ്പോർട്ടും ശരിക്കും പറഞ്ഞാൽ വലിയൊരു റോൾ ഇതിലുണ്ട്. അപ്പം നിങ്ങളുടെ പാരൻസ് എങ്ങനെയായിരുന്നു ഇതിന്? ഇനിഷ്യലി സപ്പോർട്ടീവ് ആയിരുന്നോ? ഓർ ഡിഡ് ദേ നോ അബൌട്ട് ദിസ് ഡിസൈൻ കോഴ്സ് ആൻഡ് ഓൾ? ആദ്യമൊന്നും അറിയില്ലായിരുന്നു. കാരണം എൻ്റെ കസിൻസ് ഒക്കെ ഫുള്ളി ഈ എഞ്ചിനീയറിങ്, ഡോക്ടർ ആ ഒരു ഫീൽഡിലോട്ടൊക്കെയാ കൂടുതൽ. നീറ്റ് എഴുതി ഇപ്പൊ കുറെ കസിൻസ് ഒക്കെ മെഡിക്കൽ കോളേജൊക്കെ അവിടെയൊക്കെയാ. ആദ്യമൊക്കെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ ഓക്കെ ആയി. ഫൈനലി അവർ കൺവിൻസ്ഡ് ആയി. അങ്ങനെ അവർ ഇവിടെ കൊണ്ട് ചേർത്തു അല്ലേ? ഓക്കെ. ഇപ്പൊ അവര് ഹാപ്പി അല്ലേ? പിന്നെ ഓക്കെ. നിങ്ങളുടെയൊക്കെയോ? എന്റെ എന്ന് പറയുമ്പോ എന്റെ അച്ഛനെ അറിയാം ഈ ഡിസൈനിങ്ങിനെ പറ്റി. അപ്പൊ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ പിന്നെ ഇതിനോട്ട് ചേർന്നു. ഓക്കെ. വാട്ട് അബൌട്ട് പേരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓ, ഇങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്ന് നല്ല. ഓക്കെ. എന്തെടുക്കണമെന്നില്ല. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഇനി ഭാവിയിലാണെങ്കിലും ഒരുപാട് ഫ്യൂച്ചർ ഡിസൈൻ ആസ്പിറൻസ് ഉണ്ട്, ബട്ട് ദേ ആർ ആക്ച്വലി നോട്ട് ഏബിൾ ടു കൺവിൻസ് ദെയർ പാരൻസ്. അപ്പോൾ അങ്ങനത്തെ പാരൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കുട്ടികളുടെ ഇഷ്ടത്തിന് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ എക്സാമ്പിൾ തന്നെ ഇല്ല നമ്മുടെ ഈ സ്ഥലത്തൊക്കെ തന്നെ കാണത്തില്ല, കുറെ ആൾക്കാർ ഇഷ്ടമില്ലാത്ത സാധനത്തിന് പോയി ഒരുമാതിരി അവസ്ഥയിലിരിക്കുന്നു. അതിനെക്കാട്ടി നല്ല നമ്മൾ ഇഷ്ടമുള്ളതിന് പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരിക്കും. അതെ, ഇവര് തന്നെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അതിന് പാരൻസ് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള കോഴ്സ് എടുത്തോണ്ട് നിങ്ങളിപ്പോ അതില് അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ കംപ്ലീറ്റ്ലി. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് മന്ത് എക്സാം പ്രിപ്പറേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ?
നമുക്ക് എന്താ പറയാ എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോഴേ ടെൻഷനായി. വന്ന ദിവസം ഡേറ്റ് വന്ന ദിവസം അന്ന് ദിവസം എല്ലാവരും ഇരുന്ന് ബുക്കൊക്കെ എടുത്ത് വെച്ച് വരയ്ക്കുകയും വലിയ ഇതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഡേറ്റ് വന്നപ്പോൾ തൊട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനും ഇതിന് മുന്നേ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? നല്ല ഡിഫറൻസ് ഉണ്ട്. കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതുവരെ മീൻസ് ഡേറ്റ് വരുന്നതിന് മുമ്പേ ഭയങ്കര ഫ്രീ ആയി ഒരു ഫ്ലോയിലങ്ങ് പോവുകയായിരുന്നു. പിന്നെ ഡേറ്റ് വന്ന പിന്നെ ഈ വരയ്ക്കുന്നവരും വരയ്ക്കാത്തവരൊക്കെ ഭയങ്കര വര അങ്ങനെ. ഓക്കെ, ഇത് കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഷർ വന്നിരുന്നു? ബാക്കിയുള്ളവര് എല്ലാരും ചുറ്റിയിരുന്ന് വരയ്ക്കുന്നു. ഓ, എല്ലാരും ഇരുന്ന് വര. ഓക്കെ, എല്ലാരും നല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായിരുന്നു. ഓക്കെ. അപ്പൊ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയായിരുന്നു ലാസ്റ്റ് മന്ത്? അവര് നല്ല പുഷ് ചെയ്തു? പുഷ് ചെയ്ത്. ഓ, ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ രാവിലെ 4 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഓ. ഫ്രണ്ട്സായിട്ടൊക്കെ. ഓക്കെ ഇവനാണ് മെയിൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇവനാ. ഓക്കെ, മോട്ടിവേറ്റർ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡും ഒക്കെ കിട്ടാറുണ്ടോ ക്ലാസ്സിൽ? പിന്നെ ഇഷ്ടം പോലെ? കൂടുതലും റീഡ് വേണം കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളെ തെറ്റെന്ത്. റീഡ് തരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ റീഡും ഒക്കെ കിട്ടുന്നുണ്ട് ലാസ്റ്റ് മന്ത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ സ്ട്രെസ്സും പ്രഷറൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയി അല്ലേ? ചെറുതായിട്ട്. പക്ഷെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഞങ്ങളിപ്പോ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ജില്ലായിട്ട് പോയി. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലൈഫും ഈ ഇവിടുത്തെ ഒരു ലൈഫും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? സ്ട്രിക്റ്റ് ആയിരുന്നു സ്കൂളില്. എക്സാം എടുക്കുമ്പോ എന്താ പറയാ ഇതിലും ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ ലൈക് ബോർഡ് എക്സാം ഒക്കെ എടുക്കുമ്പോൾ ഇതിലും ടെൻഷനാണ്. ടെൻഷനാണ്. ഫ്രണ്ട്സ് വൈബ് നോക്കുവാണേലും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഇത് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരല്ലേ. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സെയിം വൈബ്, സെയിം ഗോള് സെയിം. അതാ. ശരിയാണ്, എല്ലാവരുടെയും ഗോൾ സെയിം ആണ്. ബട്ട് അവിടെ ഇറ്റ്സ് ഡിഫറെന്റ് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? വയറ്റിൽ ചെറിയൊരു തീ ഉണ്ടായിരുന്നു. എന്നെ വിളിക്കുവരമ്മ, മോനെ നോക്കിക്കോണേന്ന്. NAT, MSQ, MCQ ലൈഫ് സ്കെച്ച് ചെയ്യാനായിട്ട് രാത്രി ട്രെയിൻ കയറി തഞ്ചാവൂര് വരെ പോയി. എല്ലാം പക്കായിരുന്നു. UCD വരുമ്പോ ആ ഒരു ഫേസ് ചേഞ്ച് വരും. പേപ്പർ വന്നിട്ട് എടുത്തോണ്ടങ്ങ് പോയിക്കോളൂ.